ഞാൻ NK വിജയകുമാർ. ഞാൻ എഴുതിയ ചരിത്ര ഗ്രന്ഥമാണ് വേണാട് തായ്വരികൾ. വേണാടിൻ്റെ സ്വരൂപമായ ദേശിംഗനാട്. ദേശിംഗനാട് സ്വരൂപത്തെ പലവരും നാം മുൻ അധ്യായങ്ങളിൽ കണ്ടതാണ്. കൊല്ലം പനങ്കാവ് കേന്ദ്രമായി നാം കണ്ട വേണാട് ഭരണാധികാരികളെ ദേശിംഗനാട് സ്വരൂപമെന്ന് തൽക്കാലം പറഞ്ഞു തുടങ്ങാം. എന്നാൽ ദേശിംഗനാട് എന്ന പേര് വന്നത് തന്നെ പാണ്ഡ്യനായ ജയസിംഗൻ്റെ പേരിനോട് അനുബന്ധിച്ചാണ്. ഇത് എത്ര നാളുകൊണ്ടാണ് എഴുതി തീർത്തത്? ഇത് 3 വർഷം പൂർത്തിയായി. എവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചില്ലേ? അതെ, ഇത് കന്യാകുമാരി മുതൽ ആലുവ വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഒരു ദേവാലയവുമായും അതുപോലെ ഒരു മഹാവിദ്യാലയവുമായും ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. ആ ദേവാലയം ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ പ്രാചീനമാണ് കാന്തളൂർ ശാല. ആ കരകണ്ടീശ്വര ശാലയുടെ ഓർമ്മകൾ പേറുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് ഈ കരകണ്ടി തമ്പാനൂരിലുള്ള കരകണ്ടീശ്വര ക്ഷേത്രം. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് 8ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിട്ട് ഒരു ജൈന പ്രാകൃത ഭാഷയിൽ, അതായത് സംസ്കൃതത്തിന് മുമ്പുള്ള കൊളോക്കിയൽ ലാംഗ്വേജ്, സംഭാഷണ ഭാഷ, ആ സംഭാഷണ ഭാഷയിൽ എഴുതിയ താമസിച്ചിരുന്ന ആ ഭരതകരത്നം ഇത് തന്നെയല്ലേ എന്ന ഒരു അന്വേഷണത്തിലേക്ക് ചെന്നെത്തിയത്. നമ്മുടെ ഈ യാത്രയുടെ, ഇന്നത്തെ യാത്രയുടെ ഏറ്റവും പ്രധാനമായ അടയാളപ്പെടുത്തൽ ഈ ഭരതകരത്നം കുന്നിന്റെ ചരിത്ര പ്രാധാന്യം അടയാളപ്പെടുത്തുക എന്നതാണ്. അതായത് ഒരു കാലത്ത് ഈ കാന്തളൂർ ശാലയിലെ വൈവിധ്യമാർന്ന അറിവുകൾ, ആ അറിവുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ആത്മീയവും ഭൗതികവുമായ അറിവുകളുണ്ട്, തീർന്നില്ല. നിരീശ്വരവാദവും പഠിപ്പിച്ചിരുന്നു. ആലോചിച്ച് നോക്കുക, യുക്തിചിന്തയ്ക്ക് ശ്രീ NK വിജയകുമാർ, മോഹൻകുമാർ സാർ, ശ്രീ കുര്യാജി അനന്തപുരി, മണികണ്ഠൻ, NK വിജയകുമാർ, TN പുരം വിജയകുമാർ, ശ്രീ NB ഗോപകുമാർ തുടങ്ങി ശ്രീ മണക്കാട് സുരേഷ, നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും പറയാം. ഞങ്ങൾ മന്ത്രിക്ക് ഒരു ഉപഹാരം നൽകുന്നതിന് അനിൽ നെടുങ്കോടിനെ ക്ഷണിക്കുന്നു. പരിസ്ഥിതി
പ്രശസ്തരായ എഴുത്തുകാരെ, ചരിത്രകാരന്മാരെ, സഹോദരി ഡോക്ടർ എം ജി ശശിഭൂഷൺ നയിക്കുന്ന ഹെറിറ്റേജ് വാക്ക്. അദ്ദേഹം ഈ ചടങ്ങ് പ്രത്യേകിച്ച് അത് വരുന്നുണ്ട്, വേഗത്തിൽ പണി ചെയ്തു. പക്ഷേ ഇന്ന് 4 മണിക്ക് ശേഷമാണെന്ന് മാത്രം.